ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പേട്ടക്കറിന് നമസ്കാരം, ഗുരുവായൂരപ്പന് നമസ്കാരം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എനിക്ക് ഇന്ന് പ്രഭാഷണം നടത്താൻ പരസ്പരം ആലോചിച്ച് തന്നിരിക്കുന്ന വിഷയം സാമവേദ പരിചയമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് കഴിയുന്നത്ര കാര്യങ്ങൾ ചുരുക്കി പറയാൻ ശ്രമിക്കാം. പക്ഷേ വിഷയത്തിൽ മാത്രം നിന്നാൽ ഒരുപക്ഷെ അതൊരു ഡ്രൈ ആവും, കുറച്ചൊരു പെട്ടെന്ന് തന്നെ മുഷിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് കുറച്ചൊക്കെ അതിനെ ചില ഭാഗങ്ങളിൽ വിസ്തരിച്ച് പറയേണ്ടി വരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണ ഞങ്ങൾ ഇത് പ്രത്യേകിച്ച് ഇപ്പം ഈ കോവിഡ് കാലത്താണ് ഇതുപോലുള്ള ധാരാളം സൂം മീറ്റിങ്ങുകളും ഗൂഗിൾ മീറ്റും ഒക്കെ തുടങ്ങി അതിൽ ധാരാളം പരിചയപ്പെടേണ്ടി വന്നത്. ഇപ്പോൾ പല പോരായ്മകളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. സദയം എല്ലാവരും ക്ഷമിക്കുക. ഓഡിയോ ആണ് പ്രധാനം എന്ന് പറഞ്ഞാൽ കേൾക്കുകയാണ് പ്രധാനം, കാണുന്നത് ഒരു സെക്കൻഡറിയാണ്. അപ്പോൾ അതുകൊണ്ട് വേദത്തിൻ്റെ ഒരു പര്യായമാണ് ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രവിച്ച് കേട്ട് വശാക്കുന്നതാണ്. അപ്പൊ ശ്രുതിയാണ് ഏറ്റവും പ്രധാനം. രണ്ട് നിലയ്ക്ക് പറഞ്ഞാലും ഇപ്പൊ ഈ പ്രഭാഷണത്തിലാണെങ്കിലും ശ്രുതിയാണ് പ്രധാനമായിട്ട് കണക്കാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ധൃതി പിടിച്ച് വന്നിരുന്ന് അപ്പൊ വേദം പഠിപ്പിച്ച് വന്ന് അവിടെ ഇരിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള ഭൗതികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല, സോറി. എന്തായാലും എന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ഞാൻ ഒരു ഔപചാരികമായിട്ടല്ല പറയണത്, എനിക്കതൊരു അവസരമാണ് എന്നത് ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട് അവർക്കെല്ലാവർക്കും എൻ്റെ ഒരു നന്ദി ആദ്യം പ്രകാശിപ്പിക്കുകയാണ്. കാരണം ഞാൻ പല പ്രഭാഷണങ്ങളിലും ഞാൻ സ്വയം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, നമ്മളൊരു പ്രഭാഷണത്തിന് പുറപ്പെടുമ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പം പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കാണ് ഗുണം ഉണ്ടാവുന്നത്. സ്വയം ഒരു ജ്ഞാനം വർദ്ധിപ്പിക്കാൻ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ ഏൽക്കുക വഴി നമുക്കൊരു ഗുണം ഉണ്ടാവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് പലതരത്തിലും ആ വക്താവിന് ഗുണം മാത്രം ലഭിക്കുന്നൊരു കാര്യമാണ്. പിന്നെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കും അതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനത്തിനൊരു താല്പര്യം ഉണ്ടാവും. മാത്രമല്ല പലപ്പോഴും നമുക്ക് ഇത്രയൊക്കെ ഈ വിഷയത്തിൽ അറിയുള്ളൂ എന്നുള്ള ഒരു വിവേകം, ഒരു ബുദ്ധി, സ്വയം വിമർശനം ഒക്കെ ഇതുവഴി നടക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇന്നിപ്പോ സാമവേദ പരിചയം എന്നുള്ള വിഷയമാണ്. ഞാൻ കുറച്ച് ചില പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ അതിൻ്റെ കൂടിയും സഹായത്തോടു കൂടിയാണ് നിങ്ങളോട് പറയുന്നത്. കാരണം ഒരു വലിയൊരു പ്രിപ്പറേഷൻ എനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ ഭാഗങ്ങളും തൊട്ട് പോവാം. വേദത്തെക്കുറിച്ചൊന്നും ഇപ്പം എനിക്ക് കിട്ടിയ ചില സാമ്പിൾസ് വെച്ച് നോക്കുമ്പോൾ അതിലൊന്നും വേദത്തെക്കുറിച്ച് വിശാലമായിട്ടോ ദീർഘമായിട്ടുള്ള ഒരു പ്രഭാഷണങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ആ ഒരു ധാരണയോട് കൂടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ സാമവേദ പരിചയം എന്നതിലുപരി വേദപരിചയമാണ് ആദ്യം വേണ്ടി വരിക. അതുകൊണ്ട് സാമവേദ പരിചയത്തിന് മുമ്പ് വേദപരിചയം നടത്തിയിട്ട് സാമവേദത്തിന്റെ പ്രത്യേകതകളും ചെറിയ കാര്യങ്ങളൊക്കെ പരാമർശിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സാധാരണ പതിവുള്ള പോലെ അവസാനം ഇതിപ്പോൾ 8:30 മുതൽ 9:30 വരെ എന്നാണല്ലോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ തുടങ്ങാൻ കുറച്ച് വൈകിട്ടുണ്ടാവും, അത് സ്വാഭാവികമാണ്. അപ്പോൾ അവസാനം ഇതിൻ്റെ സംഘാടകരുടെ ഒരു
ആവശ്യം കൂടി അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം കൂടിയും കണക്കിലെടുത്തുകൊണ്ട് അവസാനം എത്രയാ പതിവെന്ന് എനിക്കറിയില്ല, 5-10 മിനിറ്റ് സംശയ നിവൃത്തിക്കുള്ള ഒരു സമയം കൊടുക്കുന്നത് പതിവുണ്ട്. അതും ഇതിലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് എങ്ങനെയും വിരോധമില്ല. ഇതൊരു ചെയിൻ അല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പരമ്പരയല്ലാത്തത് കൊണ്ട്, പരമ്പര മീൻസ് ഒരേ പ്രഭാഷകൻ തന്നെയല്ലല്ലോ, മാറി മാറി വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അടുത്തൊരു അവസരം പെട്ടെന്ന് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇന്ന് തന്നെ അതിന്റെ വളരെ പ്രസക്തമായ സംശയങ്ങൾ ചുരുക്കി ചോദിക്കുകയാണെങ്കിൽ ഞാൻ അറിയാവുന്നത് അത് വളരെ കുറച്ചേ ഉള്ളൂ, എൻ്റെ പരിമിതമായ അറിവിൽ അറിയാവുന്ന പറഞ്ഞു തരാം എന്ന് ആമുഖമായിട്ട് പറയാം. ഒരു നവമി ദിനത്തില് നവമായിട്ടുള്ള ഒരു വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. എവിടുന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് പറയാൻ പറ്റില്ല. കാരണം വേദം എന്ന് പറയുന്നത് ഒരു സാഗരമാണ്, ഒരു സമുദ്രമാണെന്നർത്ഥം. അപ്പോ അതിൻ്റെ എവിടുന്ന് തുടങ്ങുകയാണ് വേണ്ടതെന്ന് നമുക്ക് അറിയില്ലെങ്കിലും കുറേശ്ശെ അത് പാനം ചെയ്താൽ മാത്രമേ എവിടെയെങ്കിലും ഒരു കരയ്ക്ക് എത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ആദ്യം ആ വേദം എന്നുള്ള വാക്കിനെ കുറിച്ചും എന്തൊക്കെയാണ് വേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വേദത്തെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ഒരു ജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പരാമർശിക്കാൻ ശ്രമിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ടൊക്കെ വരമൊഴി, എഴുത്ത് അല്ലെങ്കിൽ ലിപി വരുന്നതിന് മുൻപ് വാമൊഴിയായിട്ട് പരമ്പരയാ ആണ് വിജ്ഞാനം കൈമാറിയിരുന്നത് ഓരോ തലമുറകൾ തോറും. ഇവിടെ മാത്രമല്ല, ലോകത്തിലെല്ലായിടും. പ്രത്യേകിച്ച് അതിന് പ്രസക്തി കൂടുതൽ ഭാരതത്തിലുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധവും പുരാതനവും ആയിട്ടുള്ള ജ്ഞാന പരമ്പര നമുക്ക് അവകാശപ്പെടാവുന്ന കാര്യമാണ്. അതായത് 10,000-കണക്കിന് കൊല്ലങ്ങൾക്ക് മുൻപ് ഇവിടെ വിശിഷ്ടമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ജ്ഞാന വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും കുറച്ചൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ്, ഇതിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് വേദം എന്ന് പറയുന്നത്. 6000, 7000, 10,000 കൊല്ലങ്ങൾക്ക് മുൻപ് വേദങ്ങൾ ഉണ്ടായി. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ആ സമയത്ത് വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ അന്ന് സമൂഹത്തിൽ വളരെയധികം സാധാരണമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ അതിനൊക്കെ എത്രയോ കാലം മുൻപ് തന്നെ ഈ ഭാരതം എന്ന ഭൂഖണ്ഡം, ഇത് ഇപ്പോഴത്തെ ഇന്ത്യ മാത്രമല്ല പരിസര പ്രദേശങ്ങളും എല്ലാം ചേർന്നുള്ള ഭാഗം സാംസ്കാരികമായിട്ട് ഏറ്റവും ഉന്നതിയെ പ്രാപിച്ചിരുന്ന ഒരു കാലം ആയിരുന്നു. 10,000-കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വേദത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം എത്ര കാലം പഴക്കമുണ്ടാവുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അന്നത്തെ കാലത്തൊക്കെ മറ്റ് ഭൂവിഭാഗങ്ങളിലൊക്കെ മനുഷ്യരുടെ ബുദ്ധിശക്തിയും ജ്ഞാനശക്തിയും എല്ലാം വളരെയധികം പരിമിതമായിരുന്നു എന്നുള്ളത് ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് വേദം ലോകത്തിലെ ആദിമ സാഹിത്യകൃതി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആദിമ കൃതി എന്ന് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ചരിത്രകാരന്മാരുടെ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അവരുടെ താല്പര്യം അനുസരിച്ച് വളച്ചൊടിക്കാറൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്, ലോകത്തിലെ ഏറ്റവും പൗരാണികമായിട്ടുള്ള വിജ്ഞാന ഭണ്ഡാകാരം എന്ന് പറയുന്നത് വേദങ്ങളാണ്. നമ്മുടെ പരമ്പരയിൽ, നമ്മുടെ സനാതന സംസ്കാരത്തിൽ എടുത്താൽ തന്നെ ഇപ്പൊ കാണുന്ന എല്ലാ സാഹിത്യമാവട്ടെ, കലയാവട്ടെ, ശാസ്ത്രമാവട്ടെ, എന്താവട്ടെ, എല്ലാം വേദത്തിനോട് കടപ്പെട്ടിരിക്കുന്നവയാണ്. വേദത്തിൽ നിന്നും ഉണ്ടായത് മാത്രമേ ഉള്ളൂ. ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ മഹാഭാരതത്തിൽ അവസാനം പറയുന്നുണ്ട്, യതിഹാസ്തി തദന്യത്ര എന്നേഹാസ്തി നതൽ ക്വചിൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കാണുന്നതൊക്കെ ഇതിലുണ്ട്, ഇതിലില്ലാത്ത ഒന്നും എവിടെ നിങ്ങൾക്ക് കാണുകയില്ല എന്നാണ് അതിന്റെ ചുരുക്കത്തിലുള്ള അർത്ഥം. അത് വേദത്തിന് ഏറ്റവും അധികം യോജിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പല ആൾക്കാരും എന്നോട് പണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് വേദത്തിൽ പറയുന്നുണ്ടോ, മൊബൈലിനെ കുറിച്ച് വേദത്തിൽ പറയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അത് നമുക്ക് വിജ്ഞാനത്തെക്കുറിച്ച് ഒരു വിവരവുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു സംശയമാണ്. ഒരു 20 കൊല്ലം മുൻപ് നാനോ ടെക്നോളജി, 20 അല്ലെങ്കിൽ 30, 50 എത്രയോ ആവട്ടെ, നാനോ ടെക്നോളജിയെ കുറിച്ച് ആർക്കും അന്നത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റുകൾക്ക് പോലും അറിയില്ല. അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റിയിരുന്നില്ല. AI എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന വലിയൊരു മഹത്തായിട്ടുള്ള
ഒരു ശാസ്ത്ര വിഭാഗം 100 കൊല്ലം മുൻപേ അതല്ലെങ്കിൽ ഐൻസ്റ്റീനോ ന്യൂട്ടനൊന്നും സങ്കല്പിച്ച് പോലും ഉണ്ടാവില്ല. അപ്പൊ എന്ന് വിചാരിച്ച് അവര് സയന്റിസ്റ്റുകൾ അല്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരൊക്കെ മഹാന്മാരായിട്ടുള്ള സയന്റിസ്റ്റുകളായിരുന്നു. അപ്പൊ കാലം വരുമ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതിനെല്ലാം ഉപോത്ബലകമായിട്ടുള്ള തത്വം, സിദ്ധാന്തം എവിടെയെങ്കിലും നമുക്ക് കാണാതിരിക്കില്ല. അതാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് വേദത്തിൽ എല്ലാ വിഷയത്തെക്കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ബീജരൂപത്തിലുള്ള വിജ്ഞാനമുണ്ട് എന്ന് പറയാനുള്ള കാരണം. ഇപ്പൊ ആയുർവേദം എടുത്താലും, ഞാനൊരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് വേഗം ഉദാഹരണത്തിന് പറഞ്ഞു തന്നേ ഉള്ളൂ. ആയുർവേദം എടുത്താലും ആയുർവേദത്തിന്റെ ആ സിദ്ധാന്തങ്ങൾ വളരെ ഗുപ്താവസ്ഥയില് വേദത്തിലുണ്ട്. ഗണിതം ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല. വേദഗണിതം എന്ന് പറയുന്ന വലിയൊരു ശാസ്ത്രം ഇപ്പോൾ വളർന്നു വന്നിട്ടുണ്ട്. അത് പഠിച്ച ആൾക്കാര് ശകുന്തളാദേവി പോലെ ഒരുപാട് പേര് കമ്പ്യൂട്ടറിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഗണിത പ്രഭാവം ഉള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അങ്ങനെ ഏത് ശാസ്ത്രം എടുത്താലും അതിൻ്റെ ബീജരൂപം വേദത്തിൽ കാണാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. വേറൊരു ഉദാഹരണം കൂടി പറയാം. വിവാഹ സൂക്തം എന്ന് പറയുന്ന ഒരു സൂക്തം ഋഗ്വേദത്തിലുണ്ട്. വേളിയോത്ത് എന്ന് പറയും വിവാഹ സൂക്തം. വിവാഹ സമയത്ത് വരനെയും വധുവിനെയും ആശീർവദിക്കുന്ന മന്ത്രങ്ങളും എല്ലാം ഉൾപ്പെട്ട ഒരു സൂക്തമാണ് വിവാഹ സൂക്തം. അതില് ബന്ധുക്കളോടൊക്കെ പറയുന്ന ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. സുമംഗലീരിയം വധൂരി മാംസമേത പശ്യത എന്നൊക്കെ പറഞ്ഞ് അതിൽ കുറെ നല്ല നല്ല മന്ത്രങ്ങളുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അന്നത്തെ എന്തുമാത്രം വിശാലമായി ചിന്തിച്ച ഋഷിമാര് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അക്കാലം എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മൾ ചരിത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് 5000 കൊല്ലം അല്ലെങ്കിൽ 2000 കൊല്ലം മുൻപേ ഇവിടെ ജീവിച്ചിരുന്ന രാജാക്കന്മാരുടെ നഗര വ്യവസ്ഥിതി, കൊട്ടാരവും അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളും നഗരമൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു. അഴുക്കുചാലൊക്കെ ചിട്ടപ്പെടുത്തിയിരുന്നു. അഴുക്കുചാലിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. അപ്പൊ അതുപോലെയാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ അന്ന് വളരെ ഒരു കുടുംബ വ്യവസ്ഥ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിന്താഗതിയോട് കൂടിയിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് വേദത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇങ്ങനെ നിരവധി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉള്ള ഒരു മന്ത്രങ്ങളുടെ ഒരു സമാഹാരമാണ് വേദം. അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ. സോറി. അപ്പൊ ഇത്രയും വിശാലമായിട്ടുള്ള ഒരു ഈടുവയ്പ്പാണ്, അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ ഒരു ഭണ്ഡാരം എന്നൊക്കെ പറയാലോ, ആണ് വേദം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഋഗ്വേദത്തിലെ ഏതാണ്ട് 10472 മന്ത്രങ്ങൾ ഋഗ്വേദത്തിൽ മാത്രമുണ്ട്. ഓരോ മന്ത്രം എടുത്താലും അതിന്റെ മഹത്വം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ്. ഞാൻ ഇപ്പോ ഒരു സന്ദർഭവശാൽ ആനുഷംഗികമായിട്ട് പറയാം. ഇപ്പോ സ്വാഗതം അല്ലെങ്കിൽ പരിചയപ്പെടുത്തിയ സഹോദരി പറഞ്ഞു DC ബുക്സ് ഒരു കൃഷ്ണ യജുർവേദം ഇറക്കിയത്. അപ്പൊ അന്ന് കൃഷ്ണ യജുർവേദം ഇറക്കിയപ്പോൾ ഞാനിത് വിഷയങ്ങളൊന്നും മുഴുവൻ എനിക്ക് പറയാൻ പറ്റും തോന്നുന്നില്ല, കാരണം അത്രയും വിസ്തരിച്ച് പറയേണ്ട പല വിഷയങ്ങളുണ്ട്. അന്ന് കൃഷ്ണ യജുർവേദം ഇറക്കിയപ്പോൾ അതിന്റെ ഇറക്കാൻ തീരുമാനിച്ച് കുറെ കാലം അതിന്റെ പിന്നാലെ നടന്ന അവസാനം ഇറക്കിയവര് DC ബുക്സ് ഇറക്കിയപ്പോൾ രവി DC അതിന്റെ ഉടമസ്ഥൻ എന്നോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സാമവേദത്തിന് നല്ലൊരു വ്യാഖ്യാനം എഴുതാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അതിനൊന്നും ആളല്ല, അതിൻ്റെ ഒന്നും 7 അയലത്ത് പോലും എനിക്ക് എത്താനുള്ള യോഗ്യത ഇല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല ഒരു 6 മാസം തരാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്ന് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. അപ്പൊ ഞാൻ അടുത്ത വഴിക്ക് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, അദ്ദേഹം അദ്ദേഹത്തിന്റെ പബ്ലിക്കേഷൻ മാനേജറൊക്കെ ഉണ്ട്, അവരൊക്കെ പറഞ്ഞു, മീറ്റിംഗ് കൂടിയപ്പോൾ പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്ത വഴിക്ക് ഞാൻ പറഞ്ഞു, താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, 6 മാസമല്ല 6 കൊല്ലം ഞാൻ മെനക്കെട്ടിരുന്നാൽ പോലും അത് എഴുതാൻ പറ്റില്ല. അത് കാരണം അതിൽ മുമ്പേ എന്നോട് വേറെ 1-2 പേര് ആവശ്യപ്പെട്ടിട്ട് ഞാൻ എന്നാ ഒരു സാഹസം എന്നുള്ള നിലയ്ക്ക് ഈ തിരക്കിന്റെ ഇടയിലും മറ്റു പ്രാരബ്ധങ്ങളുടെ ഇടയിലും വ്യാഖ്യാനിച്ച് നോക്കാം, അല്ലെങ്കിൽ
പുസ്തകങ്ങൾ വെച്ച് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഒന്ന് എഴുതി മലയാളത്തിൽ എഴുതി നോക്കാം. മലയാളത്തിൽ ധാരാളം സാമൂഹികത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വളരെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഒരു നല്ല കനം ഉള്ള നല്ല ഒരു നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാമൂഹികത്തിന്റെ പരിഭാഷ പോലും ഇല്ല എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഋഗ്വേദത്തിൽ അങ്ങനെയല്ല. ഋഗ്വേദത്തിൽ സായണ ഭാഷ്യം എന്ന് പറയുന്ന സംസ്കൃതത്തിലുള്ള ഭാഷ്യത്തിന്റെ തർജിമ, വളരെ പ്രസിദ്ധമായിട്ടുള്ള തർജിമ സാക്ഷാൽ ഒളപ്പമണ്ണ OMC നാരായണൻ ഗുരുപ്പാട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് തൃശ്ശൂരിൽ നിന്ന് ആദ്യം പബ്ലിഷ് ചെയ്തു. ഇപ്പൊ കറണ്ട് ബുക്സിൻ അല്ല, ഇപ്പൊ DC ബുക്സിന്റെ പബ്ലിക്കേഷൻ ആണത്. അത് സായണ ഭാഷ്യം എന്ന് പറയുന്ന സായണ മഹർഷിയുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഭാഷ്യത്തിന്റെ മലയാള തർജ്ജമയാണ്. അതുപോലെ സായണ ഭാഷ്യം എല്ലാ വേദങ്ങൾക്കും ഉണ്ട്. സാമൂഹികത്തിൽ അതൊക്കെ വെച്ച് വേറെ പല ഭാഷ്യങ്ങളും സംസ്കൃതത്തിൽ അവൈലബിൾ ആണ്. അതൊക്കെ വെച്ചിട്ട് എഴുതാമെന്ന് വിചാരിച്ച് ഞാൻ അതിന് മുമ്പ് ശ്രമിച്ചിരുന്നു. ഇതൊക്കെ പറയുന്ന വേദത്തിന്റെ മാഹാത്മ്യമാണ്. അപ്പോ ഞാൻ എന്നാ ശരി തുടങ്ങാം വിചാരിച്ചിട്ട് കുറച്ചു കാലം സമയം കിട്ടുമ്പോൾ എഴുതാമെന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ മന്ത്രം, സാമവേദത്തിലെ ആദ്യത്തെ മന്ത്രം ഋഗ്വേദത്തിലുള്ളതാണ്. ഋഗ്വേദത്തിന്റെ ആദ്യത്തെ മന്ത്രം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരുണ്ടാവും. അഗ്നിമേളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നധാതമം എന്നുള്ളൊരു മന്ത്രമാണ് ഋഗ്വേദം തുടങ്ങുന്ന മന്ത്രം. അതുപോലെ സാമവേദം തുടങ്ങുന്നത് അഗ്ന ആയാഹി വീതയെ, അഗ്നേ എന്നാണ് പദം. അഗ്നിയാണ് ആദ്യത്തെ പദം. അഗ്ന ആയാഹി വീതയെ ഗൃണാനോ ഹവ്യദാതയെ നിഹോതാ സൽസി ബർഹിഷി എന്നുള്ള ഒരു ഋക്കാണ്. ആ ഒരു മന്ത്രത്തോടു കൂടിയാണ് സാമവേദം ആരംഭിക്കുന്നത്. ഞാൻ ഈ അഗ്ന ആയാഹി വിധയെ എന്നുള്ള ആദ്യത്തെ മന്ത്രം എഴുതി തുടങ്ങണമെന്ന് വിചാരിച്ചു. നടന്ന സംഭവമാണ്, വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ പല പുസ്തകങ്ങളും, അപ്പൊ എനിക്ക് ചെയ്യുമ്പോൾ കേമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പൊ അഗ്നി എന്നുള്ള വാക്കിനെ കുറിച്ചുള്ള കുറച്ച് വ്യാഖ്യാനം. അപ്പൊ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളൊരു കാര്യം നോക്കൂ, അഗ്നി എന്ന് പറഞ്ഞാൽ മാക്സ് മുള്ളറെ പോലെ അല്ലെങ്കിൽ എത്രയോ വിദേശികള് തർജ്ജമ ചെയ്തിട്ടുണ്ട് ഈ വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ. അപ്പൊ അവരൊക്കെ അഗ്നി എന്ന് പറഞ്ഞാൽ ഉടനെ ഈസ് ഈക്വൽ ടു ഫയർ, തീ എന്നുള്ള അർത്ഥത്തിൽ അല്ലാണ്ട് അവർക്കൊന്നും പറയാൻ അറിയില്ല. പണ്ടും അറിയില്ല, ഇപ്പൊ കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി. അവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലായി തുടങ്ങി. പണ്ടൊക്കെ അങ്ങനെയാണ്, അഗ്നി അല്ലയോ അഗ്നി അല്ലെ ഫയർ എന്നുള്ള ഇതിലാണ് അവർ എഴുതുന്നത്. ഇത്രയേ ഉള്ളൂ അവർക്ക് തർജ്ജമ ആദ്യമൊക്കെ. പക്ഷെ നമുക്ക് എല്ലാവർക്കും ആലോചിച്ചാൽ അറിയാം, അഗ്നി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തീ മാത്രമല്ല. നമ്മള് വിറക് കത്തിച്ച് പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പഞ്ചഭൂതങ്ങൾ അഗ്നി എന്ന് പറയുന്ന ഒരു തീയല്ല ഇവിടെ പരാമർശിക്കുന്നു എന്നുള്ള ഒരു പക്ഷേ എല്ലാവർക്കും ആലോചിച്ചാൽ അറിയുണ്ടാവും. ഇല്ലെങ്കിൽ അങ്ങനെയാണ് സംഭവം. അഗ്നിമേളെ പുരോഹിതൻ എന്നുള്ളതിലും അതെ, അഗ്നി പുരോഹിതനാണെന്ന് പറയുന്നു, ഋത്വിക്കാണെന്ന് പറയുന്നു. അതൊക്കെ ആ മന്ത്രത്തിലുണ്ട്. രത്നധാതമം ആണ്, ഹോതാവാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് അഗ്നി എന്ന് പറയുന്നത് തീയല്ല എന്നുള്ളത് നമുക്ക് ഒരു വരി വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അഗ്ന ആയാഹി ഇതേ അല്ലയോ അഗ്നേ എന്നുള്ളതാണ് സാമവേദം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു 50 പോരാ, ഒരു 10-70 പേജ് എഴുതിയാൽ മാത്രമേ ഈ അഗ്നി എന്നുള്ളതിനെ കുറിച്ചുള്ള റെഫറൻസ് എല്ലാം നമ്മൾ എടുത്തിട്ട് വിശദമാക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ പ്രസക്തമല്ലെങ്കിലും വേറെ പലതിലും വേറെ തരത്തിലുള്ള അഗ്നിയാണ്. ഇപ്പോ ജഠരാഗ്നി നമുക്കൊക്കെ അറിയാം. നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിച്ചാൽ അത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ട എനർജിക്കാണ് നമ്മൾ ആയുർവേദത്തിലൊക്കെ ജഠരാഗ്നി എന്ന് പറയുന്നത്. അതൊരു അഗ്നിയാണ്. അപ്പൊ അതൊരു എനർജിയാണത്. അങ്ങനെ പലതരത്തിലുള്ള എനർജികളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ അഗ്നി എന്ന് പറയുന്നത്. വൈശ്വാനരാഗ്നി, ജഠരാഗ്നി, ഇങ്ങനെ പല ജാതവേദസ്, ഇങ്ങനെ പല വാക്കുകളും അഗ്നിക്ക് പറയുന്നുണ്ട്. അതൊക്കെ ഓരോ അർത്ഥത്തോടും ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഓരോരോ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വേദത്തിലൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ അഗ്നി എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ എഴുതണമെങ്കിൽ കുറെ കാലം പിടിക്കും. എങ്ങനെ അവസാനിക്കണം? അപ്പൊ അത്രയ്ക്കൊന്നും വിസ്തരിക്കേണ്ടെന്ന് ഉറപ്പായി. എങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ ആയുർവേദത്തിൽ തന്നെ അഗ്നിയെക്കുറിച്ച് പറയുമ്പോൾ പലതരത്തിലുള്ള അഗ്നിയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രാണങ്ങൾ 5, അതുപോലെ തന്നെ അഗ്നികൾ തന്നെ പലതരത്തിലുള്ള അഗ്നികൾ. ശരീരത്തിനെ നിയന്ത്രിക്കുന്ന ഊർജങ്ങൾ പലതരത്തിലാണ്. നമ്മൾ ഫാൻ, ലൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ശരീരത്തിലെ കണ്ണിലൊരു അഗ്നിയുണ്ട്. പാചകം, നമ്മുടെ ഇതില് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൊരു അഗ്നിയുണ്ട്. ഓരോ ധാതുവിലും അഗ്നിയുണ്ട്, ധാത്വഗ്നി എന്ന് പറയും. അതൊക്കെ വളരെ സയന്റിഫിക് ആണ് കേട്ടോ. ഇപ്പൊ മോഡേൺ മെഡിസിനിലും മോഡേൺ സയൻസിലൊക്കെ അത് ശരിയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വാക്കിനെ കുറിച്ച് തന്നെ ഇത്രയും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത് ഇപ്പൊ തൽക്കാലം നടക്കില്ല, നമുക്ക് യജുർവേദം മാത്രമാവാന്ന് പറഞ്ഞാൽ യജുർവേദം പബ്ലിഷ് ചെയ്തു.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേദത്തിന്റെ മാഹാത്മ്യത്തിന്റെ ആദ്യത്തെ കാര്യമാണ്. ഒരു വാക്ക് പ്രയോഗിക്കുമ്പോൾ ഋഷി അവിടെ മനസ്സിൽ ഉണ്ടായി പുറത്തു വന്ന ഒരു വാക്ക് പ്രയോഗിക്കുമ്പോൾ ആ വാക്കിന് നാനാർത്ഥങ്ങളുണ്ട്. ഇതാണ് ഏറ്റവും വലിയൊരു മഹത്വം, വേദത്തിന്റെ മാഹാത്മ്യം എന്ന് പറയുന്നത്. സാധാരണ ഒരു നമ്മൾ പുരാണങ്ങളിലോ അല്ലെങ്കിൽ കാവ്യങ്ങളിലോ നാടകങ്ങളിലോ ഒന്നും ഒരു വാക്ക് പറഞ്ഞാൽ അതിനിങ്ങനെ നാനാർത്ഥങ്ങൾ ഉണ്ടാവണമെന്നില്ല. ചിലതിലൊക്കെ രണ്ടോ മൂന്നോ അർത്ഥങ്ങൾ, ചില അങ്ങനെ ചിലപ്പോൾ ചില വളരെ നിസ്സാരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ടുള്ള സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടെന്നല്ലാണ്ട് പൊതുവേ നമ്മൾ ഒരു നാടകത്തിൽ അല്ലെങ്കിൽ ഒരു കാവ്യത്തില്, സംസ്കൃത കാവ്യത്തിലോ അല്ലെങ്കിൽ പുരാണങ്ങളിലോ എടുത്താൽ അഗ്നി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഉദ്ദേശം ഉണ്ടാവും. ആ അഗ്നി എന്ന് പറഞ്ഞാൽ ഇന്നതാണെന്ന്. ഇതിലെ വേദത്തിൽ അങ്ങനെയല്ല. ഓരോ വാക്കുകൾക്കും നിരവധി അർത്ഥങ്ങളുണ്ട്. ഇന്ദ്രൻ എന്ന് പറയുന്ന പദം നമ്മളൊക്കെ വിചാരിച്ച ഒരു ദേവനാണ്, അല്ലെങ്കിൽ ദേവന്മാരുടെ ദേവനാണ് ഇന്ദ്രൻ, ദേവേന്ദ്രൻ എന്ന് പറയും. പക്ഷെ ഇന്ദ്രൻ എന്ന് പറഞ്ഞതിന് ഒരുപാട് അർത്ഥങ്ങൾ വേദത്തിൽ പറയുന്നുണ്ട്. ഭാഷ്യങ്ങളിൽ, പല ഭാഷ്യങ്ങളിലും അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വേദങ്ങളിലെ ആധിഭൗതികം, ആധിദൈവികം, ആധ്യാത്മികം, ഇങ്ങനെ നിരവധി, ആധിയാത്മികം, ഇങ്ങനെ നിരവധി തരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ പഴയ മഹർഷിമാര് എഴുതിയിട്ടുള്ളത്. അപ്പൊ ആധിഭൗതികമായിട്ടുള്ള അർത്ഥത്തിൽ ഇങ്ങനെ പറയാം, ആധിദൈവികമാണെങ്കിൽ ഇങ്ങനെ പറയാം, ആധ്യാത്മികമാണ് ഇങ്ങനെയാവാം, യാജ്ഞികം ആണെങ്കിൽ ഇങ്ങനെ പറയാം. ഇങ്ങനെ തരത്തിൽ ഓരോ പദങ്ങൾക്കും ഓരോ സന്ദർഭത്തിലും ഓരോ അർത്ഥമുണ്ട്. അപ്പൊ ഇതാണ് വേദത്തിന്റെ ആ വേദത്വം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംസ്കൃത ഭാഷയിലുള്ള പദമാണല്ലോ വേദം എന്ന് പറയുന്നത്. ആ വേദം എന്നുള്ള പദത്തിന് ഒരു അർത്ഥമുണ്ട്. വിത് ജ്ഞാനേ എന്നാണ് ചുരുക്കി പറയാൻ എല്ലാ കാര്യങ്ങളും. അതിനൊക്കെ ധാരാളം പറയാനുണ്ടാവും. പക്ഷേ വിത് ജ്ഞാനേ എന്നുള്ള ഒരു ധാതുവിൽ നിന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പദത്തിൽ നിന്നാണ് ഈ വേദം എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. സംസ്കൃതത്തിലെ ഏറ്റവും വലിയ പൗരാണികമായിട്ടുള്ള പല ഭാഷകളിലും ഇതുപോലെ ഒരു പ്രത്യേകത ഉണ്ട്. വിദേശ രാജ്യങ്ങളിലും പല ഭാഷകളിലും ഈ ഒരു വൈശിഷ്ട്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു പദം ആ പദത്തിന്റെ അർത്ഥത്തെ, അല്ലെങ്കിൽ അത് എന്തിനെയാണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഗുണത്തെയോ ഭാവത്തെയോ ഒക്കെ പ്രതിപാദിക്കും, അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ വേദം എന്ന് പറഞ്ഞാൽ വിജ്ഞാനം എന്നാണ് അർത്ഥം. ജ്ഞാനാത്മകമായിട്ടുള്ളത് എന്താണോ അതാണ് വേദം എന്നുള്ള വാക്കിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, ഇങ്ങനെ പല വേദങ്ങളും ആ വേദം എന്നുള്ള വാക്ക് പറയുന്നത്. വിജ്ഞാനത്തിന്റെ ശാഖ എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ സംസ്കൃതത്തിലുള്ള ഏറ്റവും വലിയൊരു ഗാംഭീര്യം അല്ലെങ്കിൽ കേമത്വം എന്ന് പറയുന്നത് ഓരോ പദത്തിന്റെയും ഇതുപോലുള്ള അർത്ഥദ്യോതകത്വം ആണ്. നമുക്കിപ്പോൾ ഒരു ഉദാഹരണം ആയുർവേദം എന്നുള്ളൊരു വേദത്തിന്റെ ഒരു ഉപവേദമായിട്ടാണ് പറയുന്നത്. ഋഗ്വേദത്തിന്റെ ഓർ അഥർവത്തിന്റെ എന്തോ ആവട്ടെ, അവിടെ നിൽക്കട്ടെ. അവിടെ ആയുസ് പ്ലസ് വേദം എന്നാണ്. ആയുസ്സിന്റെ വേദമാണ് ആയുർവേദം. സോറി, ആയുസ്സിന്റെ വേദം. അപ്പൊ ആയുസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ ആയുർവേദത്തില് വളരെ ശാസ്ത്രീയമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ആയുസ് എന്നുള്ള പദത്തിന്റെ അർത്ഥം ഞാൻ സൂചിപ്പിക്കാം, എന്നിട്ട് പഴയ വിഷയത്തിലേക്ക് വരാം. ഏതി ഗച്ഛതി ഇതി ആയു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഗമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഗച്ഛതി എന്ന് പറഞ്ഞാൽ പോകുന്നു, ഗമിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. ഗമിച്ചുകൊണ്ടേയിരിക്കുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്, തീർന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ആ ആയുസ് എന്ന പദത്തിന്റെ അർത്ഥം. ഏതി അതൊരു ക്രിയാപദമാണ്. ഏതി അതിന്റെ അർത്ഥം ഗച്ഛതി, ഇതി ആയു. ആയുഷ വേദം, ആയുർവേദം. ആയുസ്സിന്റെ വേദമാണ് ആയുർവേദം. അപ്പോൾ ഈ ആയുസ് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ലൈഫ് സ്പാൻ ആണ്. ഒരു ജീവിയുടെ, മനുഷ്യന്റെ മാത്രമല്ല ജീവജാലങ്ങളിലൊക്കെ ലൈഫ് സ്പാൻ. നമ്മൾ ആ ഒരു സൈഗോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു അവിടെ ഫ്യൂസ് ചെയ്തിട്ട് പുതിയൊരു ജീവി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാവുമ്പോൾ മുതൽ ജനിച്ച് അവസാന ശ്വാസം വരെയുള്ള കാലഘട്ടത്തിനാണ് ആയുസ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ജനിച്ചാൽ പ്രസവം കഴിഞ്ഞാൽ മാത്രമല്ല. പിന്നെ ജാതകം അതൊക്കെ എഴുതുമ്പോൾ നമ്മൾ അതൊക്കെ വേറൊരു തരത്തിൽ ഭൗതികമായിട്ട് പറയുന്നുണ്ട്. അതൊന്നും അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അപ്പൊ ഈ ആയുസ് എന്നുള്ള പദത്തിന് ഇത്രയും വിപുലമായിട്ടുള്ള അർത്ഥം ഉണ്ടാകുമ്പോൾ ഇതിൽ കൂടുതൽ എങ്ങനെ അതിനെ പ്രസന്റ് ചെയ്യുക? ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നുകൊണ്ടിരിക്കുന്ന അർത്ഥം. ആ അർത്ഥത്തെയാണ് ആ പദം കൊണ്ട് വിവക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആലോചിച്ച് നോക്കും, അതിന്റെ ആ ഒരു ആയുസ് എന്ന് പറഞ്ഞാൽ തീർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പൊ ഞാനൊരു ക്ലാസ് തുടങ്ങുന്നതിനേക്കാൾ അരമണിക്കൂർ ഇപ്പൊ എൻ്റെ മാത്രമല്ല നിങ്ങളുടെയൊക്കെ ആയുസ് കുറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പൊ തീർന്നുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ പദങ്ങൾക്കും വ്യാകരണപരമായിട്ട് അതിന്റെ ധാതു ഒരു പ്രത്യേക ധാതുവിൽ നിന്നും വന്ന് അതിന് പല അർത്ഥങ്ങളും ഉണ്ടാവും. ഒരു ധാതുവിന് തന്നെ, ഒരു പദത്തിന് തന്നെ പല അർത്ഥങ്ങളും ഉണ്ടാവും. ഇങ്ങനെയാണ് സംസ്കൃതത്തിൽ. അതാണ് സംസ്കൃതത്തിന്റെ വിശേഷം. ഞാൻ പറഞ്ഞില്ലേ, സംസ്കൃതമാവട്ടെ വേദമാവട്ടെ ഇതിനൊക്കെ ഇത്രയും വൈശിഷ്ട്യമുള്ള ഒരു കാര്യം വേറെ എവിടെയും കാണാൻ പറ്റില്ല, ലോകത്തിൽ എവിടെയും കാണാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ആയുസ്സിന്റെ വേദം ആയുർവേദം, അതുപോലെ തന്നെ വേദം എന്ന് പറഞ്ഞാൽ വിജ്ഞാനം അല്ലെങ്കിൽ വിജ്ഞാനേ. അപ്പൊ എന്ത് ജ്ഞാനമാണോ അതെല്ലാം വേദം എന്ന് പറയാം. അതുകൊണ്ടാണ് ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം എന്നൊക്കെ പറയുന്നത്. ആ വിഷയത്തെക്കുറിച്ചുള്ള വിജ്ഞാനങ്ങളുടെ ഒരു കൂമ്പാരം, ഒരു കളക്ഷൻ ആണ്. വേദം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതുണ്ട്. കാരണം വേദത്തിന്റെ കാലഘട്ടം, വൈദിക കാലഘട്ടത്തില് ഇന്നത്തെ പോലെ, അല്ലെങ്കിൽ ഒരു 500 കൊല്ലം മുൻപുണ്ടായിരുന്ന പോലെ ഓരോ ശാസ്ത്രങ്ങളെയും വേറെ വേറെ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനെയും കുറിച്ചും ജ്ഞാനമുണ്ടാവും. അത് ആ യുഗം മാറുമ്പോഴുള്ള പ്രശ്നങ്ങളാണത്. നമ്മുടെ കലിയുഗത്തിലാവുമ്പോൾ നമുക്ക് വളരെ പരിമിതമായ ബുദ്ധിയേ ഉള്ളൂ, പരിമിതമായ കാലഘട്ടമേ ഉള്ളൂ, പരിമിതമായുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിന് എല്ലാം പഠിക്കാനുള്ള സൗകര്യമില്ല. അതുകൊണ്ടാണ് വളരെയധികം സിംബോളിക് ആയിട്ട് ഒന്നായിരുന്ന വേദത്തെ 4 ആക്കി എന്ന് പറയാൻ കാരണം. അതിന് വേറെ പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം. വേദം ഒന്നായിരുന്നു. വേദവ്യാസം എന്ന് പേര് വരാൻ തന്നെ കാരണം വേദത്തെ വ്യസിച്ചുകൊണ്ടാണ് 4 ആക്കി വിഭജിച്ചിട്ട് ഓരോ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു എന്നാണല്ലോ കഥ. അപ്പൊ ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിരുന്ന ഒരു സമാഹാരം 4 ആക്കി ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഇങ്ങനെ 4 ആക്കി വിഭജിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ട്. ഇപ്പോ നമ്മള് ഋഗ്വേദത്തെ എടുക്കുകയാണെങ്കിൽ അതിന് പൊതുവെ പറയുന്നു ജ്ഞാനകാന്ഡം എന്നാണ് പറയുന്നത്. ജ്ഞാനവിജ്ഞാനങ്ങളെ കൂടി ചേർത്ത് സമാഹരിച്ചിട്ടുള്ള മന്ത്രങ്ങളുടെ ഒരു സമാഹാരമാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. യജുർവേദമാണ് കർമ്മകാന്ഡം എന്ന് പറയും. ഇങ്ങനെ എല്ലാത്തിനും ഉണ്ട്. കർമ്മകാന്ഡം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്യാൻ, വൈദികമായിട്ടുള്ള കർമ്മങ്ങൾ. അത് മനുഷ്യനെ എല്ലാവർക്കും ബാധകമായിട്ടുള്ള കർമ്മങ്ങളാണ്. ഷോഡശക്രിയകളായാലും സോമയാഗ മതിരാത്രം പോലുള്ളതൊക്കെ ആണെങ്കിലും ഇതെല്ലാം അത്തരം കർമ്മങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതും നിർദ്ദേശങ്ങൾ തരുന്നതും ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ പ്രതിപാദിച്ചിരിക്കുന്ന മന്ത്രത്തിന്റെ സമാഹാരമാണ് യജുർവേദം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും മാത്രം പോരാ. നമ്മൾ പ്രകൃതി ശക്തികളെ, ദേവതകളെ, ദേവന്മാരെയല്ല ഉദ്ദേശിക്കുന്നത്, ദേവതകളെ, അഗ്നി, ഇന്ദ്രൻ, യമൻ, വരുണൻ, ആദിത്യൻ, രുദ്രൻ, ഇങ്ങനെ അനവധി ദേവതകളുണ്ട്. ആ ദേവതകളെ ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള വേദമാണ് സാമവേദം, ഉപാസനാകാന്ഡം എന്ന് പറയാം. മറ്റേത് അഥർവമാണെങ്കിൽ കുറച്ചും കൂടിയും ഭൗതികമായിട്ട് ലൗകികമായിട്ടുള്ള കാണ്ഡങ്ങള് മന്ത്രങ്ങളൊക്കെ ചേർത്തതാണ് അഥർവം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് 4 വേദങ്ങളായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ ഇത്രയും ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 10,000 ചില്ലുവാനം മന്ത്രങ്ങൾ ഋഗ്വേദത്തിലുണ്ട്. അത് ഒരു പ്രത്യേക രീതിയിൽ ചൊല്ലുകയാണ് ചെയ്യുന്നത്, സ്വരത്തോടു കൂടി. ഞാൻ പിന്നാലെ പറയാം. അപ്പൊ ഇങ്ങനെ ഈ 4 വേദങ്ങളുണ്ട്. പിന്നെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ഉപനിഷത്ത്. പല ആൾക്കാരും വായിച്ചിട്ടുണ്ടാവും. അതിൽ പണ്ഡിതന്മാരും പണ്ഡിതകളും ഉണ്ടാവും ഇവിടെ. അപ്പൊ ഈ ഉപനിഷത്ത് എവിടെ കിടക്കുന്നത്? അപ്പോ വേദത്തിന് സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് ഇങ്ങനെ 4 വിഭാഗമായിട്ടാണ് വേദ സാഹിത്യത്തെ വിഭജിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിഭജിച്ചിട്ടുണ്ട്. അങ്ങനെ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. ഇത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നുള്ള 4 ആശ്രമങ്ങളെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 4 കാലഘട്ടങ്ങളുണ്ട്, പീരീഡ് ഉണ്ട്.
ആ സമയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് പറയുന്നത്. സംഹിത എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ആണത്. അതിലാണ് ഈ പറഞ്ഞ മന്ത്രങ്ങള്, പ്രാർത്ഥനകളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്, സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അത് സംഹിത എന്ന് പറയുന്നത് ബേസിക് ടെക്സ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ, ആരണ്യങ്ങൾ. ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കർമ്മങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചിരിക്കുന്ന, ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. യജുർവേദം പൊതുവെ ശ്രൗത കർമ്മങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ട്, എന്ന് പറഞ്ഞാൽ സോമയാഗ, അതിരാത്രം തുടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ മറ്റ് ഷോഡശക്രിയകള്, ഈ ഇപ്പോൾ ഉപനയനം, സമാവർത്തനം, വിവാഹം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ എല്ലാവർക്കും വേണ്ട മന്ത്രങ്ങളൊക്കെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മറ്റുള്ള അതിൻ്റെ വിസ്തരിച്ചുള്ള ഓരോ സമ്പ്രദായത്തിലും പ്രത്യേകം പറയേണ്ട ചടങ്ങുകളെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് നമുക്ക് പൊതുവെ ഞാൻ പറയുന്നത് ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ എന്ന് പറയാം. ആരണ്യകം എന്ന് പറയുന്ന, അരണ്യം എന്ന് പറഞ്ഞാൽ കാടെന്നർത്ഥം. അത് ആ ലാസ്റ്റ് ഉപനിഷത്ത് അല്ലെങ്കിൽ സന്യാസം എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തിച്ചേരാനുള്ള അതിൻ്റെ തൊട്ട് മുമ്പത്തുള്ള സ്റ്റെപ്പാണ്. ആ ആരണ്യകത്തിലാണ് ഈ വേദാന്തത്തിലേക്ക് കടക്കുന്നതിന് അല്ലെങ്കിൽ ഉപനിഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ പരാമർശിച്ചിരിക്കുന്നത്. പല ആരണ്യകവും ഉപനിഷത്തും ഒരുമിച്ച് കൂട്ടിച്ചേർന്നാണ്, ഒരു മാല പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഈ 4 വേദങ്ങൾ കൂടാതെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങള്, ശ്രൗതം, സ്മാർത്ഥം തുടങ്ങിയിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങളുണ്ട്, പ്രാതിശാഖ്യങ്ങളുണ്ട്, അറിയാൻ തുടങ്ങിയ ഒരുപാടുണ്ട്. വേദാംഗങ്ങൾ, ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, ഇങ്ങനെ 6 ഉണ്ട്. സാഖ്യം, വൈശേഷികം, ന്യായ വൈശേഷികം, സാഖ്യം, യോഗം, പൂർവം മീമാംസ, ഉത്തരമീമാംസ തുടങ്ങിയിട്ടുള്ള, ഇതൊക്കെ ഓരോന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ 100 കണക്കിന് 1000 കണക്കിന് ഗ്രന്ഥങ്ങൾ ഓരോ ഡിവിഷനിലുണ്ട്. അങ്ങനെ ഒരു വിഭാഗം ദർശനങ്ങൾ, ഷഡ്ദർശനങ്ങൾ എന്നതിന് പറയാം, 6 ദർശനങ്ങൾ. പിന്നെ ഉപവേദങ്ങൾ, ഓരോ വേദത്തിനും ഓരോ ഉപവേദം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആയുർവേദം, ഗാന്ധർവവേദം, ഇതൊക്കെ ഓരോ വേദങ്ങളുടെ ഉപവേദമാണ്. അതൊക്കെ വളരെ ചിട്ടപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഉപനിഷത്താണ് നമ്മൾ ശരിക്കും ഏറ്റവും പ്യുവർ ഫിലോസഫി എന്ന് പറയുന്ന, ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള, ഏറ്റവും ഉദാത്തമായിട്ടുള്ള, ഇതിലപ്പുറം ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യന്റെ ബുദ്ധിയെ കൊണ്ട് എത്തിച്ചിരിക്കുന്ന കാര്യങ്ങളെ പ്രതിപാദിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. അടുത്തിരുത്തി പഠിപ്പിക്കാനുള്ളതിനാണ് ഉപനിഷത്ത്. ഇതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഈശാവാസ്യം, കേനോപനിഷത്ത്, ഈശാവാസ്യ ഉപനിഷത്ത്, കേനോപനിഷത്ത്, കഠോപനിഷത്ത്, ഇങ്ങനെ 10 ഉപനിഷത്ത് പ്രസിദ്ധമായിട്ടുണ്ട്. ഒരു 108 ധാരാളം അവൈലബിൾ ആണ്. അതിൽ എത്രയോ അധികം 200 ചില്ലാനം ഉപനിഷത്തുകൾ ഇപ്പൊ തന്നെ നമുക്ക് ലഭ്യമാണെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ട് 10 ഈ 10 തന്നെ ചില ഉപനിഷത്തുകൾ ഓരോ വേദവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഉദാഹരണം സാമവേദം, ഞാനൊക്കെ കൈകാര്യം ചെയ്യുന്ന സാമവേദമാണെങ്കിൽ കേനോപനിഷത്തും ഛാന്തോഗ്യോപനിഷത്തും അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ തൈത്തിരീയോപനിഷത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. തൈത്തിരീയോപനിഷത്ത് കൃഷ്ണ യജുർവേദവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇങ്ങനെ ഓരോ ഉപനിഷത്തുകളും ഓരോ വേദവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന്റെ ബാക്കി എന്ന് വേണമെങ്കിൽ പറയാം, അതിന്റെ കണ്ടിന്യൂവേഷനാണ്. ഇപ്പൊ കേനോപനിഷത്ത് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണം, ആരണ്യകോപനിഷത്ത്, ആ ഉപനിഷത്തിലാണ് കേനോപനിഷത്ത് വരുന്നത്, ഛാന്തോഗ്യോപനിഷത്തൊക്കെ വരുന്നത്. ഈ ഉപനിഷത്തിലൊക്കെ ഫിലോസഫിയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ സാധാരണക്കാർ അന്തം വിട്ടുപോകും. അത്രയും ഹയർ ലെവലിലാണ് അതിന് കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നത്. ഉദാഹരണം കഠോപനിഷത്ത്, മൃത്യു അഥവാ മരണത്തെക്കുറിച്ചുള്ള വലിയൊരു വാതായനം തുറന്നിട്ടിരിക്കുകയാണ് നമുക്കതിൽ. അതിനെക്കുറിച്ചുള്ള ചർച്ചകളും പരാമർശങ്ങളും നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിട്ടുള്ള ഫിലോസഫിക്കൽ കൺസെപ്റ്റ്സ് ആണ് ഇതിൽ പരാമർശിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ഉപനിഷത്തും ഓരോ പ്രത്യേക വിഭാഗത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടും പരാമർശിച്ചുകൊണ്ടും ഇരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. അപ്പൊ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്, ഇങ്ങനെ പ്രധാനമായിട്ടുള്ള 4 വിഭാഗമാണ് വേദത്തിലുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ വേദാംഗങ്ങൾ പറഞ്ഞു, ദർശനങ്ങൾ പറഞ്ഞു, വേദങ്ങൾ പറഞ്ഞു, ഉപവേദങ്ങൾ പറഞ്ഞു. ഇതൊക്കെ കൂടാതെ സ്മൃതികളുണ്ട്. സ്മൃതികൾ എന്ന് പറഞ്ഞാൽ യാജ്ഞവൽക്യ സ്മൃതി, മനുസ്മൃതി,
പരാശര സ്മൃതി, ഇങ്ങനെ സ്മൃതികൾ അനവധി ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ അതിൽ ചില നിയമങ്ങൾ, ഒരു ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, രാജാവ് എങ്ങനെ രാജ്യം ഭരിക്കണം, ഒരു ഗൃഹസ്ഥൻ എങ്ങനെ കുടുംബം നോക്കണം, ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് സ്മൃതികളിൽ. അതുപോലെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ എത്രയോ, ഇതൊക്കെ ഓരോ ഡിവിഷനിലും നൂറുകണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് കേട്ടോ, ഒരു പുസ്തകമല്ല അത്. പിന്നെ ഉപനിഷത്ത്, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഉപനിഷത്ത് എടുത്തു, ആ ഉപനിഷത്തിന് തന്നെ നിരവധി പണ്ഡിതന്മാര്, മഹർഷിമാര് വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള 10 ഉപനിഷത്തിന് ഉള്ള ശങ്കരാചാര്യരുടെ ഭാഷയാണ് ഏറ്റവും പ്രസിദ്ധം. ഈ 10 ഉപനിഷത്തിനുണ്ട്. അതൊക്കെ വായിക്കാൻ തുടങ്ങിയാൽ ഒരു ഉപനിഷത്ത് തന്നെ നമുക്കൊരു 5-10 കൊല്ലം പഠിക്കണം, അതിന്റെ വ്യാഖ്യാനവും മനസ്സിലാക്കി അതിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ. അപ്പൊ സ്മൃതികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം, സ്മൃതി എന്ന് പറഞ്ഞാൽ പിന്നത്തെ ഇതിലാണ് വരുന്നത്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. ആ സ്മൃതിയിലാണ് നിയമങ്ങളും, എങ്ങനെ ജീവിക്കണം, എങ്ങനെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. ഇത് കാലത്തിനനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പൊ അന്നത്തെ 2000 കൊല്ലം അല്ലെങ്കിൽ 500 1000 കൊല്ലം മുൻപുള്ള നിയമങ്ങളല്ലല്ലോ ഇന്നുള്ളത്. അത് മാറ്റം വരും. അപ്പൊ ചിലതൊക്കെ അനാചാരമായിട്ടുണ്ടാവും, അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മളൊക്കെ ഈ പലപ്പോഴും ഇതിനെ ഇടിച്ചു താഴ്ത്തി പറയാൻ വേണ്ടി, നമ്മുടെ സനാതന ധർമ്മത്തെ ഇടിച്ചു താഴ്ത്തി പറയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കോട്ട് ചെയ്യുന്ന ഒരു വരിയാണ് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. മനുസ്മൃതിയിലുള്ള ഒരു വരിയാണെന്നാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് മുമ്പത്തെ വരികളൊന്നും ആരും വായിക്കില്ല, അതിന്റെ അർത്ഥം എന്താണ് അതിൽ എഴുതിയതെന്ന് ആരും നോക്കില്ല. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യാഖ്യാനം അവിടെ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണെന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത്. ആ മനുസ്മൃതിയില് പലതും പ്രക്ഷിപ്ത ശ്ലോകം അഥാ കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. അതും ആവാൻ സാധ്യതയുണ്ട്, അതെന്തോ ആവട്ടെ. പക്ഷെ ഈ ശ്ലോകത്തിലൊക്കെ പിതാ രക്ഷിതി കൗമാരെ, കുട്ടിക്കാലത്ത് പിതാവ് അല്ലെങ്കിൽ ഗൃഹനാഥൻ, അമ്മ അച്ഛനൊക്കെ അതിൽ പെട്ടിട്ടു, അല്ലാണ്ട് ഒരാൾ മാത്രമൊന്നുമല്ല. ആ കുട്ടിയെ സംരക്ഷിച്ചു കൊള്ളണം, ഇങ്ങനെ ഓരോരോ ചിട്ടകൾ പറയുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഏറ്റവും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ മനുസ്മൃതിയിൽ തന്നെ ഇപ്പോ 1000 ശ്ലോകം ഉണ്ടെങ്കിൽ അതിൽ 2 ശ്ലോകം ചിലപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്രസക്തമായിരിക്കും, അനാചാരമായിരിക്കും, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു 90 എണ്ണോ അല്ലെങ്കിൽ 100 എണ്ണോ 500 എണ്ണോ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് അതൊന്നും ആരും പറയില്ല. ഉദാഹരണം, ഇതേ മനുസ്മൃതിയിൽ പറഞ്ഞ ഒരു ഇതുണ്ട്, എത്ര നാര്യസ്തു പൂജ്യന്തേ, എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാ എന്ന് പറയുന്നുണ്ട്. നാരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം സ്ത്രീ എന്നാണ്. എത്ര നാര്യസ്തു പൂജ്യന്തേ, എവിടെയാണോ സ്ത്രീജനങ്ങൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതകൾ, ഈശ്വരന്മാർ വസിക്കുന്നു. രമന്തേ തത്ര ദേവത, സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്നാണ് അർത്ഥം. എല്ലാ ദേവതകളും അവിടെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ അത് സ്ത്രീകളെ നമ്മൾ പൂജിക്കണം, ബഹുമാനിക്കണം എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം. അപ്പോ വേദത്തിൽ മാത്രമല്ല, അതിനോട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും 99% സ്ത്രീകളെ ആദരിക്കണം എന്ന് പറയുന്നതാണ്. അതിപ്പോ ഞാൻ ആദ്യം പറഞ്ഞ വിവാഹ സൂക്തത്തിൽ തന്നെ സ്ത്രീയോട്, വധുവിനോട് പറയുന്ന കാര്യങ്ങളുണ്ട്, വധുവിന്റെ അമ്മയോട് പറയുന്ന കാര്യങ്ങളുണ്ട്, ബന്ധുക്കളോട് പറയുന്ന കാര്യമുണ്ട്, ഇവരെ പൊന്നുപോലെ നോക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതൊക്കെ ഉണ്ട്. സമ്രാജ്ഞി ഭവ എന്നൊക്കെ പറഞ്ഞ് നിരവധി മന്ത്രങ്ങൾ അതിലുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാതെയാണ് ഇത് ഇന്നത്തെ കാലത്ത് യോജിച്ചതല്ല എന്ന് പറയുന്നത്. ഏത് കുടുംബത്തായാലും നമ്മുടെ കാരണവന്മാരെ ബഹുമാനിക്കണം. അതിപ്പോ ഇവിടെ മാത്രമല്ല, ലോകത്തിൽ എവിടെയായാലും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ചെയ്യണം. അതൊരു ലോക നിയമമാണത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വേദത്തിൽ അങ്ങനത്തെ പറയുന്നുള്ളൂ, നല്ല കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ചീത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ചെയ്യാൻ പാടില്ല എന്നാണ്. ഋഗ്വേദത്തിൽ പറയുന്നുണ്ട് ചൂത് കളിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അന്ന് ആൾക്കാർ അന്ന് ചൂത് കളിക്കുന്നുണ്ടാവും. അപ്പൊ അവരോട് ഉള്ള ഒരു നിർദ്ദേശമാണ്, കോമൺ ആയിട്ട് പറയാണ്, ചൂത് കളിക്കാൻ പാടില്ല, പകരം നിങ്ങൾ ആ സമയം കൃഷി ചെയ്യൂ എന്നാണ് അടുത്ത വരിയിൽ പറയുന്നത്. ഋഗ്വേദത്തിലൊരു മന്ത്രമാണ്. അപ്പൊ പണിയെടുത്ത് അധ്വാനിച്ച് സുഖമായിട്ട് ജീവിക്കും എന്നാ പറയുന്നത്. ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്, ഞാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്, സോറി. ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഈ വേദവും ഉപനിഷത്തും എന്നൊക്കെ പറഞ്ഞാൽ എന്തോ സന്യാസിമാർക്ക് മാത്രമുള്ളതാണ്, ഈ ലോകമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. നേരെ വിപരീതമാണ്. ഉപനിഷത്തുകളും ഈ പറഞ്ഞ വേദവും ഇതെല്ലാം സമൂഹത്തിൽ ജീവിക്കുന്ന വിശേഷിച്ച് ഗൃഹസ്ഥന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അതിനുശേഷം കുട്ടികളുടെ കുട്ടികളായി സ്വസ്ഥമായി, ഒരു വേറെ കടബാധ്യതയൊന്നുമില്ല, അങ്ങനെ സ്വസ്ഥമായിട്ട് ആർക്കും ഭാരമാകാതെ പിന്നെ അടുത്ത് നമ്മൾ മോക്ഷത്തിലേക്ക് കടക്കാൻ
ഉള്ള വഴിയായിട്ട് മാത്രമാണ് വാനപ്രസ്ഥവും സന്യാസമൊക്കെ പറയുന്നത്. അപ്പൊ ഗൃഹസ്ഥനാണ് ഈ 4 ഇതിലും വെച്ച് സന്യാസിയേക്കാൾ ശ്രേഷ്ഠൻ ഗൃഹസ്ഥനാണ് എന്നുകൂടി പറയുന്ന ഭാഗങ്ങള് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോ ഇത്രയും ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങളൊക്കെ വേദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇതുകൂടാതെ ഇതിഹാസങ്ങള് എത്ര ശ്ലോകങ്ങളാണുള്ളത്. ഇതിഹാസങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ഇതിഹാസങ്ങൾ മഹാഭാരതവും രാമായണമാണ്, നമുക്കൊക്കെ അറിയാം. ഇതെല്ലാം കൂടി ചേർന്നാൽ ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളും മന്ത്രങ്ങളും ഉള്ളത്. ഇത് അവിടെ നിൽക്കട്ടെ. പിന്നെ ഇതിനേക്ക് അനുബന്ധമായിട്ടുള്ള നിരവധി ആഗമശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ നമുക്കറിയാം 18 പ്രധാനമായിട്ടുള്ളതുണ്ട്. 100ൽ പരം പുരാണങ്ങൾ അവൈലബിൾ ആണ്. ധാരാളമുണ്ട്. 18 മഹാപുരാണങ്ങൾ പറയുന്നുണ്ട്, ആഗമശാസ്ത്രം പറയുന്നുണ്ട്, യോഗശാസ്ത്രം, ഇങ്ങനെ അനവധി വിഷയങ്ങളുണ്ട്. ഇതിലെല്ലാത്തിനും ഈ വൈദേശികരൊക്കെ നശിപ്പിച്ചിട്ടും ഇപ്പോഴും ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഇത് വലിയൊരു മഹത്തായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ആഗമശാസ്ത്രം. അപ്പൊ നമ്മളൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ അതിനെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ആഗമശാസ്ത്രം. അപ്പൊ ഇങ്ങനെ വേദം മുതൽ ഈ അറ്റം വരെ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു പ്രഭാഷണത്തിൽ ഒരു വളരെ പ്രസക്തമായൊരു ചോദ്യം എന്നോട് ചോദിച്ചു. കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ടല്ലോ, സ്ത്രീകൾ ഇത് വേദം കേൾക്കാൻ പാടില്ല, ശൂദ്രന്മാരെന്ന് പറഞ്ഞാൽ മറ്റു പണികൾ ചെയ്യുന്ന അർത്ഥമുള്ളൂ, അല്ലാണ്ട് വേറൊരു മോശമായിട്ടുള്ളതല്ല. മറ്റേ ശാരീരികമായിട്ടുള്ള അധ്വാനം വേണ്ടി വരുന്ന മറ്റു കൃഷിപ്പണി അതുപോലുള്ള പണികളൊക്കെ, ഇപ്പൊ ഇലക്ട്രിക്കൽ വർക്ക് എന്തും ആവട്ടെ, ഇതെല്ലാം ഈ ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. മറ്റത് റിലേറ്റഡ് വിത്ത് നോളേജ്, സയന്റിസ്റ്റുകൾ, പ്രൊഫസർമാർ, അങ്ങനത്തെവരെയാണ് ബ്രാഹ്മണൻ എന്നുള്ള ഗ്രൂപ്പിൽ പെടുന്നത്, അല്ലാണ്ട് ഒരു ജാതിയല്ല അന്നത്തെ കാലത്ത്. അപ്പൊ അവര് ചോദിച്ചു, എന്താ സ്ത്രീകൾ വേദം കേൾക്കാൻ പാടില്ല, ശൂദ്രൻ അത് കേട്ടാൽ ചെവിയില് ഈയമുരുക്കി വെക്കുക എന്നൊക്കെ പറയേണ്ടിരുന്നു. വേദത്തിൽ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. വേദത്തിന്റെ മന്ത്രങ്ങൾ, വേദവ്യാസൻ തന്നെ നമുക്കറിയാം ഒരു ബ്രാഹ്മണനല്ലായിരുന്നു. വേദത്തെ 4 ശിഷ്യന്മാർക്ക് ഉപദേശിച്ച വേദവ്യാസൻ തന്നെ ഒരു മുഖ്യസ്ഥയിൽ ഉണ്ടായ ഒരാളാണല്ലോ. എത്രയോ ആൾക്കാർ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബ്രാഹ്മണൻ അല്ലാതിരുന്നിട്ട് പോലും നമുക്കൊക്കെ ആരാധ്യരായിട്ടുണ്ട്, 100 കണക്കിന്. അപ്പൊ അതൊക്കെ ഇതിനെ ഇടിച്ചു താത്താൻ വേണ്ടിയും മോശമാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. വേദത്തിൽ അങ്ങനെ ഒരു വിഭജനമില്ല, ഒരു വിഭാഗീയതല്ല. വേദത്തിലെ എല്ലാവരും ഒരുപോലെയായിട്ട് കാണാനുള്ള മന്ത്രങ്ങളാണ് അനവധിയുള്ളത്. ഇപ്പൊ സംവാദ സൂക്തം അല്ലെങ്കിൽ ഐകമത്യ സൂക്തം നമ്മളൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൽ പറയുന്നത് നമ്മളെല്ലാവരും ഒരുപോലെ ജീവിക്കാൻ ഇടവരട്ടെ, നമ്മുടെ മനസ്സ്, പ്രവൃത്തി, വാക്ക്, കർമ്മം ഇതെല്ലാം ഒരുപോലെ ആവട്ടെ എന്നുള്ളതാണ് ആ മന്ത്രത്തിൽ അർത്ഥം. ഋഗ്വേദത്തിൽ അവസാനത്തെ സൂക്തമാണ് സംവാദ സൂക്തം. സമിദ്യുവസേവൃഷൻ നഗ്ന എന്ന് പറഞ്ഞിട്ട് അതിലാണ് സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനസ്സഹജിത്തമേഷം. നമ്മുടെ എല്ലാവരുടെയും മനസ്സ്, വാക്ക്, പ്രവൃത്തി ഇതെല്ലാം സമാനമാവട്ടെ, തുല്യമാവട്ടെ, എല്ലാവരും ഒരുപോലെ ജീവിക്കട്ടെ എന്നാണ് ആ സൂക്തത്തിലെ പ്രധാന ആശയം. ഞാൻ പറയാറുണ്ടത് സോഷ്യലിസം എന്ന കൺസെപ്റ്റ് ഏറ്റവും ആദ്യം ഉത്ഭവിച്ചത് വേദത്തിലാണ്. എല്ലാവരും തുല്യരായിട്ട് കാണുന്ന ഒരു സങ്കല്പമാണ് വേദത്തിലുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ളൂ. സർവേ ഭവന്തു സുഖിന എന്നുള്ളൊരു ശ്ലോകം ഉണ്ടല്ലോ, ഭദ്രം കർണേ ഭീഷണിയാമദേവ എന്നുള്ള ഒരു മന്ത്രമുണ്ട് ഋഗ്വേദത്തിലുണ്ട്. നമുക്കെല്ലാവർക്കും എന്നാണ്, എനിക്ക് മാത്രം സുഖം വരട്ടെ എന്നല്ല വേദത്തിൽ പറയുന്നത്. നമ്മുടെ ചെവി കൊണ്ട് നല്ലത് കേൾക്കാൻ ഇടവരട്ടെ എന്നാണ് ആ മന്ത്രത്തിൽ ആദ്യത്തെ വരിയുടെ അർത്ഥം. ഭദ്രം പശ്യേമ അക്ഷഭിര്യജത്ര, നമ്മുടെ കണ്ടുകൊണ്ട് ഭദ്രമായിട്ടുള്ളത്, മംഗളമായിട്ടുള്ളത്, നല്ലത് മാത്രം കാണാൻ ഇടവരട്ടെ. നമുക്ക് എല്ലാവർക്കും ബഹുവചനാണ്, പ്ലൂറലാണത്. ഭദ്രം പശ്യേമ അക്ഷഭിര്യജത്ര. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. അതാണ് വേദത്തെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള. പറയാൻ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വേണം. അപ്പൊ ഇതിനൊക്കെ മറ്റുള്ള പറയുന്ന ഗ്രന്ഥങ്ങൾക്കൊക്കെ വേദമാണ് പ്രമാണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ വേദം വേണ്ട പോലെ പഠിച്ചാൽ നമുക്ക് സമൂഹം നല്ലതായിട്ട് ജീവിക്കട്ടെ, എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കട്ടെ, സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് മാത്രമേ വേദത്തിൽ പറയുന്നുള്ളൂ എന്ന് മനസ്സിലാവും.
ആ വേദത്തിന്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ വേദം എന്താണെന്ന് പറയുന്നതിനെ കുറിച്ചൊക്കെ ധാരാളം റെഫറൻസുകളുണ്ട്. വേദോഖിലോ ധർമ്മമൂലം ഏറ്റവും പ്രസിദ്ധമാണ്. ഏറ്റവും അഖിലമായിട്ടുള്ള ധർമ്മമൂലമാണ് വേദം. ധർമ്മത്തിന്റെ അടിസ്ഥാനമാണ്, ധർമ്മമാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. സത്യം വദ ധർമ്മം ജര, തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്ന ഒരു മന്ത്രമാണത്. ഇത് എവിടെയാ, ലോകത്തിൽ എവിടെയാ അത് അപ്ലിക്കബിൾ അല്ലാത്തതുള്ളത്? നമുക്ക് ഹിന്ദുക്കൾക്ക് മാത്രമല്ല, എല്ലാ ജാതി മതക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഭാരതീയർക്ക് മാത്രമല്ല, യൂറോപ്പിൽ പോയാലും അമേരിക്കയിൽ പോയാലും എവിടെ പോയാലും സത്യം വദ എന്നല്ലേ പറയേണ്ടത്. അത് അപ്ലിക്കബിൾ അല്ലേ? സത്യം വദ ധർമ്മം എന്താണ് ധർമ്മം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിരവധി ഗംഭീരമായിട്ടുള്ള വിശദീകരണം ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. ധർമ്മം ചെയ്യുക, ധർമ്മം ചെയ്യാതിരിക്കുക, അതാണ് സത്യം വദ ധർമ്മം ജര സ്വാധ്യായാൻമാ പ്രമദ, ഇങ്ങനെ തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പൊ സത്യം തന്നെയാണ്, സത്യമേവ ജയത്തെ. ഇതൊക്കെ ഉപനിഷത്തിലും വേദത്തിലും പറയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വേദം ധർമ്മമൂലമാണ് എന്ന് പറയാനുള്ള കാരണം. അതുപോലെ തന്നെ മനുസ്മൃതിയിൽ വേറൊരു വരി പറയുന്നുണ്ട്, സർവജ്ഞാനമയോ ഹി സ. ആ വേദം എന്ന് പറയുന്നത് സർവജ്ഞാനമയമാണ്. വേദേ സർവം പ്രതിഷ്ഠിതം, മഹാഭാരതത്തിൽ പറയുന്നൊരു വരിയാണ്. ഇങ്ങനെ നിരവധി ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. സായണ ഭാഷ്യത്തിലെ അദ്ദേഹത്തിന്റെ ഒരു അവതാരികയില്, ഉപോദ്ഘാതം എന്ന് പറയാം, അദ്ദേഹത്തിന്റെ അവതാരികയിൽ പറയുന്നുണ്ട്, പ്രത്യക്ഷേണ അനുമിത്യാവായസ്തൂപായോ എന്ന് ബുദ്ധ്യത്തെ ഏതം വിദന്തി വേദേന തസ്മാത് വേദസ്യ വേദത. വേദത്തിന്റെ വേദത്വം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള പരാമർശം അവിടെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഇതിപ്പോ ഞാൻ പറയുന്നത് ആകെ പറയാൻ തുടങ്ങിയതിന്റെ ഒരു 10% പോലും ആയിട്ടില്ല. സമയം അതിക്രമിച്ചു. കുറച്ചു നേരം കൂടി എനിക്ക് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൾക്കാർക്ക് ബോറടിക്കണ്ടോന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനെ വേദത്തെക്കുറിച്ച് പൊതുവെ ഞാൻ ഒന്ന് പറഞ്ഞു എന്നല്ലോ. പിന്നെ ഇനി അതിന്റെ വിശദമായിട്ടുള്ളൊക്കെ പിന്നൊരു സന്ദർഭത്തിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞോളാം. വേദം എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കിയതല്ല, അപൗരുഷേയമാണ്, അനാദിയാണെന്നുള്ള 2 വിശേഷണങ്ങൾ പറയാറുണ്ട്. അനാദി എന്ന് പറയുന്നാൽ തുടക്കമില്ലാത്തതാണ്. കാരണം എന്താ വെച്ചാൽ ജ്ഞാനം, നോളേജ് എന്ന് പറയുന്നതിന് തുടക്കമില്ല, അവസാനമില്ല. അത് അപൗരുഷയമാണ്, മനുഷ്യനിർമ്മിതമല്ല എന്നർത്ഥം. അതാണ് ഡിസ്കവറിയും ഇൻവെൻഷനും തമ്മിലുള്ള വ്യത്യാസം പറയാറുണ്ട്. ഡിസ്കവർ ചെയ്യുന്നു. ഇപ്പൊ ഭൂഗുരുത്വാകർഷണ ബലത്തെ കുറിച്ചൊക്കെ പ്രസിദ്ധമായിട്ടുള്ള കഥകൾ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല, ഇത് ഉള്ളതാണ്. അതിനെ വെളിപ്പെടുത്തുക ചെയ്യുന്നത്. അതാണ് മഹർഷിമാരുടെ ധർമ്മം. ആ മഹർഷിമാര് മനസ്സിൽ നിന്നും പുറത്തേക്ക് വന്നതാണത്. ജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് വേദം അനാദിയാണ്, അനന്തമാണ്, അപൗരുഷേയമാണെന്നൊക്കെ പറയാനുള്ള കാരണം. അതിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല. അപ്പൊ ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു സാഹിത്യകൃതി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സാഹിത്യമാണ് വേദം എന്ന് പറയുന്നത്. ഇനി 2 മിനിറ്റ് കൊണ്ട് ഞാൻ 2 മിനിറ്റ് അല്ല, 2 മണിക്കൂർ കൊണ്ട് പറഞ്ഞാൽ തീരാത്താണ് സാമവേദം. സാമവേദം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു ഉപാസനാകാന്ഡമാണ്. സമയം അതിക്രമിച്ചുകൊണ്ടാണ് ഞാൻ വേഗം ചുരുക്കി പറയുന്നത്. ഈ വേദത്തെക്കുറിച്ച് സൂക്തം, ഋഷിച്ഛന്തോ ദേവത, ഉദാത്തം അനുദാത്തം സ്വരിതം, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറയാണ്ട് അതിലേക്കൊന്നും കടക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ വലിയൊരു വിഷയമാണത്. ഓക്കെ, അപ്പോ സാമവേദം എന്ന് പറഞ്ഞ ഉപാസനാകാന്ഡമാണ്, ഗാനാത്മകമാണ്. സാമഗാനം എന്നാ പറയുന്നത്. അത് ദേവതകളെ, പ്രകൃതി ശക്തികളെ ആരാധിക്കാൻ വേണ്ടിയുള്ള മന്ത്രങ്ങൾ ഗാനാത്മകമായിട്ട് ചൊല്ലുന്നതിനാണ് സാമവേദം വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ 95% മന്ത്രങ്ങളും ഋഗ്വേദത്തിലാണ്. പക്ഷെ ചൊല്ലുന്ന രീതിയാണ് വ്യത്യാസം. ഞാൻ 3 വേദങ്ങളൊക്കെ ചൊല്ലി അതിന്റെ വ്യത്യാസമൊക്കെ പറഞ്ഞു തരാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇത്രയും കുറച്ച് കൂടുതൽ വിസ്തരിച്ച് പല കാര്യങ്ങളും പറഞ്ഞതുകൊണ്ട് അവിടേക്കൊന്നും കിടക്കുന്നില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാവാതിനേക്കാൾ നല്ലത് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ചൊരു ധാരണ, ഒരു ബോധം വേണ്ടതാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്തായാലും ഋഗ്വേദ മന്ത്രങ്ങളാണ് സാമവേദത്തില് സംഗീതാത്മകമായിട്ട് ചൊല്ലുന്നത്. അതുകൊണ്ടാണ് സംഗീതശാസ്ത്രം സാമവേദത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. സാമവേദാൽ ഇതം ഗീതം സഞ്ജഗ്രാഹ പിതാമഹ, സാമഭ്യോ ഗീതമേവച, സാമത്തിൽ നിന്നുണ്ടായി, എങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സാമവേദം ഇതിപ്പോ നിങ്ങളൊക്കെ ജൈമിനീയ ശാഖയാണ്. ഓരോ വേദത്തിനും ശാഖകൾ തന്നെ വരുന്നുണ്ട്. അത് കുറേശ്ശെ വ്യത്യാസത്തോടു കൂടിയിട്ടുള്ള.
ഇപ്പോ സാമവേദത്തിനാണെങ്കിൽ സഹസ്രവർത്തമ, ആയിരക്കണക്കിന് ശാഖകൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ്, അല്ലെങ്കിൽ ചെല്ലുന്ന രീതിയിലുള്ള വ്യത്യാസം കൊണ്ട്, കുറേശ്ശെ വ്യത്യാസം കൊണ്ട് കുറെ ശാഖകൾ എന്ന് പറയും. ഋഗ്വേദത്തിനും അങ്ങനെ കുറെ ശാഖകൾ ഉണ്ടായിരുന്നു, യജുർവേദത്തിനും ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ യജുർവേദത്തിന് കൃഷ്ണ യജുർവേദം, ശുക്ല യജുർവേദം എന്ന് പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള 2 ശാഖകളുണ്ട്. എല്ലാ വേദത്തിലും അങ്ങനെ ശാഖകൾ അനവധി ഉണ്ടായിരുന്നു. ഋഗ്വേദത്തിനൊക്കെ പണ്ടുണ്ടായിരുന്ന പുസ്തകങ്ങൾ പറയുന്ന 21 ശാഖകൾ ഉണ്ടായിരുന്നു. അതുപോലെ യജുർവേദത്തിനാണെങ്കിൽ 109, സാമവേദത്തിനാണെങ്കിൽ 1000, അതുപോലെ തന്നെ 50 ശാഖകൾ അഥർവത്തിനുണ്ടായിരുന്നു. ഇപ്പൊ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പൊ സാമവേദത്തിനാണെങ്കിൽ 3 ശാഖകളെ ഇപ്പൊ നിലവിലുള്ളൂ. അതിൽ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ജൈമിനീയ ശാഖ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും ഉണ്ട്. പക്ഷെ ചൊല്ലുന്ന രീതി വളരെയധികം വ്യത്യാസം. ചൊല്ലുന്നതിന് ഋഷി ഛന്തോ ദേവതകളുള്ളതാണ് മന്ത്രങ്ങൾ. അതുപോലെ ഉദാത്തം അനുദാത്തം സ്വരിതം, ഇതൊക്കെ ഞാൻ വിസ്തരിച്ച് പിന്നീട് ഒരു സന്ദർഭം വരുമ്പോൾ പറഞ്ഞോളാം. ഇതിപ്പോ ആദ്യം ഞാൻ പറഞ്ഞ പോലെ വളരെ കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റിയിട്ടുള്ളൂ. അത്രയും വിശാലമായിട്ടുള്ളൊരു വിഷയമാണെന്നുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സമയം 9:32 നിങ്ങളെല്ലാവരും ക്ഷമയുടെ ഒരു നെല്ലിപ്പലക കണ്ടുകൊണ്ടിരിക്കും. ഓരോരുത്തർക്കും ഓരോരുത്തരുള്ള ആൾക്കാരായിരിക്കും. നാളെയും പരിപാടികളുണ്ടാവും. അപ്പോൾ കൂടുതൽ സമയം ഇരുന്നാൽ അത് ബോറടിയാവും എന്നുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വളരെ കുറച്ച് കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റിയിട്ടുള്ളൂ. അതെൻ്റെ ഒരു പരിമിതിയാണ്. പറയാൻ പ്രസന്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എല്ലാ കാര്യവും ഒരുമിച്ച് പറഞ്ഞാലും കാര്യമില്ല. കാര്യം പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ പറയണം. നീ ആദ്യം പറയാൻ ഉദ്ദേശിച്ചത് പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമ്മൾ പറയണം, ഏത് ലെവലിൽ പറയണം, വളരെ ഡീപ്പായിട്ട് പറയണോ അതോ സൂപ്പർഫിഷ്യലായിട്ട് പറയണോ, വളരെ അതിൻ്റെ എന്താ പറയാ താത്വികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ? ഇതൊക്കെ നമുക്കൊരു സംശയമുള്ള കാര്യമാണ്. കാരണം ഈ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ അങ്ങനെ പ്രശ്നമുണ്ട്. നേരിട്ടുള്ള ഒരു സംവാദമാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട്. ഇതിപ്പോൾ എന്തായാലും അതിനൊക്കെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പം എന്തായാലും ഇത്രയും പറഞ്ഞത് ആൾക്കാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ കുറച്ച് സമയം കൊണ്ട് അതിൻ്റെ സംഘാടകർ, അതിൻ്റെ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ് തീരുമാനിക്കേണ്ടത്. എന്തെങ്കിലും പ്രസക്തമായിട്ടുള്ള സംശയങ്ങളുണ്ട് ഇപ്പൊ പറഞ്ഞതിൽ നിന്നോ അതിനോടനുബന്ധിച്ചോ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ശ്രോതാക്കള് ചോദിക്കുകയാണെങ്കിൽ, അതെങ്ങനെയാ ഏത് രീതിയിലാണ് പതിവെന്ന് എനിക്കറിയില്ല. അത് എന്തായാലും അതിന്റെ വേണ്ടപ്പെട്ട സംഘാടകർ അത് കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കേട്ട ക്ഷമയോട് കൂടിയിട്ട് എല്ലാവർക്കും എൻ്റെ പ്രത്യേക നമസ്കാരം. ഇതിന്റെ സംഘാടകർക്കും പ്രത്യേക നമസ്കാരം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ അറിയാവുന്നത് പറഞ്ഞുതരാം. നമസ്കാരം. സാമവേദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദേവതകളെ പ്രീതിപ്പെടുത്താനാണോ അല്ലെങ്കിൽ മോക്ഷമാർഗമാണോ എന്നറിയാൻ താല്പര്യമുണ്ട്. സോറി, ഞാനത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ വേദം, 4 വേദങ്ങളുടെയും ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വൈദികമായിട്ടുള്ള കർമ്മങ്ങളിലാണ് വരുന്നത്. അപ്പൊ ഉപാസിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രകൃതി ദേവതകളെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഉപാസിക്കുന്നതിന് തുല്യമാണ്. നമ്മളൊരു ഹയർ ലെവലിലേക്ക് എത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ടാണ് മന്ത്രത്തിനെ കണക്കാക്കേണ്ടത്. അപ്പൊ പ്രകൃതി ദേവതയെ ആരാധിക്കുക എന്ന് പറയുന്നത് അതിനുള്ള മാർഗമാണ്. കർമ്മങ്ങൾ വേണമല്ലോ, എന്തെങ്കിലും ഒരു മീഡിയം വേണം. ആ മീഡിയമാണ് നമ്മൾ പറഞ്ഞ സോമയാഗം, മധുരാത്തം പോലെ പൂജയൊക്കെ അതിൽ പെടും. അത് ആഗമ കർമ്മങ്ങളാണ്, അത് ശ്രൗത കർമ്മങ്ങളല്ല. അതിനോട് ബന്ധപ്പെട്ടുള്ള വേറൊരു ശാസ്ത്രമാണ് ഈ പൂജ, തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്, ആഗമം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൊക്കെ പ്രയോഗിക്കുന്ന മന്ത്രങ്ങളാണ് വേദത്തിലുള്ളത്. അപ്പൊ അത് ആത്യന്തികമായിട്ട് നമുക്ക് നമ്മുടെയൊക്കെ ഈ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു സിദ്ധാന്തം അനുസരിച്ച് നമുക്ക് മോക്ഷം ആണ് നമ്മൾക്കൊക്കെ പരമമായിട്ടുള്ള ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള വഴികളാണ് ഇതെല്ലാം. ഈ പറഞ്ഞ യോഗമായാലും യോഗശാസ്ത്രമായാലും ആഗമശാസ്ത്രമായാലും ഏതായാലും അതിലേക്കുള്ളതാണ്. അതിലേക്ക് സഹായിക്കുന്ന ചില പദപ്രയോഗങ്ങളുടെ സമാഹാരമാണ് മന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ദേവതകളെ, ഇപ്പൊ സൂര്യനെ നമ്മൾ ആരാധിക്കുന്നു. സൂര്യനെ ആരാധിക്കാൻ സൂര്യനെ സ്തുതിക്കുന്ന നിരവധി മന്ത്രങ്ങൾ വേദത്തിലുണ്ട്. ആ മന്ത്രത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് വേണ്ടതെന്നാണ് നിയമം പറയുന്നത്. വേദം അർത്ഥമില്ലാതെ ജപിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇവിടെ അങ്ങനെ അർത്ഥം അറിഞ്ഞ് പഠിക്കുന്നവർ വളരെ കുറവാണ്. വിരലിൽ എണ്ണാൻ പോലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഈ പ്രകൃതിയുടെ രഹസ്യത്തെ അറിയാനും ആധ്യാത്മിക വിദ്യ അല്ലെങ്കിൽ ബ്രഹ്മവിദ്യയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്താനും സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ വേദമന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അതാണ് ഉപാസന എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്.
ഇപ്പോൾ സൂര്യനെയൊക്കെ ഉപാസിക്കുക, അഗ്നിയെ ഉപാസിക്കുക. കാരണം ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള തന്നെയാണ് ശക്തികൾ. പ്രകൃതിയുടെ ശക്തികൾ തന്നെയാണ് നമ്മുടെ ഉള്ളിലും പുറത്തും എല്ലാം ഉള്ളത്. രണ്ടും ഒന്നാണെന്ന് ചിന്തിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുക, അല്ലെങ്കിൽ ആ ഒരു ഒന്നാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ദേവതകളെ, നമ്മളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെ, ഊർജങ്ങളെ ഉപാസിക്കുന്നതിനാണ് നമ്മൾ ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. നമഃശിവായ.